രാജൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടാക്കിയാലോ? അതിനായിട്ടൊരു മൺചട്ടി വെച്ച് അതിലേക്ക് ചെറുതരിഞ്ഞ ചേനയും പച്ചേത്തക്കായും ഇട്ട് 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് ഇളക്കി അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. ചേനക്ക് വേവ് കൂടുതലാണെങ്കിൽ ചേന പകുതി വെന്തതിന് ശേഷം കായ ചേർത്ത് കൊടുക്കാവേ. കഷ്ണങ്ങൾ വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്ത് പോരാം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് കടുക് പൊട്ടിച്ച് 1 സ്പൂൺ ഉഴുന്ന് പരിപ്പും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 കപ്പ് തേങ്ങയാട്ടോ എടുത്തിരിക്കുന്നത്. തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി തേങ്ങ നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേക്കും കോരി മാറ്റി വയ്ക്കാവേ. വെന്ത കഷ്ണങ്ങളിലേക്ക് കടല ചേർത്ത് കൊടുക്കണം. തലേന്ന് കുതിർത്ത് ഉപ്പ് ചേർത്ത് വേവിച്ച കടല കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പിനായിട്ട് അരമുറി തേങ്ങയിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് കുഞ്ഞുള്ളിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര കൂടി ചേർത്ത് കൊടുക്കണേ. ശർക്കര ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ശേഷം അതിലേക്ക് വറുത്ത് കോരിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിലേക്ക് അവസാനം 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കൂട്ടുകറി റെഡി. അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു കൂട്ടുകറിയാണ്. നല്ല അടിപ്പൻ സ്വാദാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്ക്. താങ്ക് യു.